SQL സെർവർ മലയാളം ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വേർ ക്ലോസ്, എന്തിനാണ് ഒരു വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത് റെക്കോർഡുകൾ ഫിൽട്ടർ ചെയ്യാനാണ്. അതായത് ഒരു സ്പെസിഫിക് കണ്ടീഷൻ വെച്ച് ഒരു കൂട്ടം ഡാറ്റയെ വേർതിരിച്ചെടുക്കാനാണ് വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. വേർ ക്ലോസിന്റെ സിന്റാക്സ് ആണ് സെലക്ട് കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ. സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ എന്ന ടേബിളിലെ അഡ്രസ് എന്ന ടേബിളിലെ വേർ സിറ്റിയിലെ മിയാമി എന്ന പ്രത്യേക സിറ്റിയിലെ മാത്രം ആൾക്കാരെ ഇവിടെ റെക്കോർഡിന് വേണ്ടിയാണ് വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കൂട്ടം സ്പെസിഫിക് ആളുകളെ, ഒരു കൂട്ടം സ്പെസിഫിക് ആയ ഡാറ്റയെ നമുക്ക് വേർതിരിച്ചെടുക്കാനാണ് വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പേഴ്സൺ സ്കീമയായ അഡ്രസ് എന്നൊരു ടേബിൾ ഉണ്ട്. അഡ്രസ് എന്ന ടേബിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് കുറേ ഡാറ്റകളുണ്ട്. അതിൽ കുറേ സിറ്റി നെയിം, ബോത്ത് ഹെൽ, അതുപോലെ കുറേ സിറ്റികളുണ്ട്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സിറ്റിയെ, അതായത് മിയാമി എന്ന സിറ്റിയിലുള്ള ആൾക്കാരുടെ റെക്കോർഡുകൾ നമുക്ക് വേർതിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് വേർ ക്ലോസ് ഉപയോഗിച്ച് അത് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഉദാഹരണം സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ എന്നുള്ളത് സ്കീമയാണ്. പേഴ്സൺ ഡോട്ട് അഡ്രസ് ടേബിൾ ആണ്. അഡ്രസ് വേർ കണ്ടീഷൻ വേർ സിറ്റി ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. അതായത് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ കോട്ട്സ് ഇല്ലാതെ കൊടുക്കാം. അതുപോലെ ക്യാരക്ടർ ആണെങ്കിൽ കോട്ട്സിനുള്ളിൽ കൊടുക്കണം. മിയാമി ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മിയാമി എന്ന സിറ്റിയിലെ മാത്രം റെക്കോർഡുകൾ ഇവിടെ കിട്ടുന്നതാണ്. മിയാമിയിലെ റിസൾട്ട് മാത്രം. അതുപോലെ നമുക്ക് ഇപ്പോൾ സ്റ്റേറ്റ് പ്രൊവിനൻസ് ID 77 മാത്രമുള്ള ഡാറ്റയെ കിട്ടണമെന്ന് വിചാരിക്കുക. സ്റ്റേറ്റ് പ്രൊവിനൻസ് ID, അതിന് കോഡ്സ് വേണ്ട. 79 ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുക. സ്റ്റേറ്റ് പ്രൊവിനൻസ് ID 79 മാത്രമുള്ള ഡാറ്റകൾ വന്നിരിക്കുന്നത് കാണാം.
ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നതിനാണ് വേർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പാഠഭാഗത്ത് നമുക്ക് പുതിയൊരു വിഷയവുമായി കാണാം. ഓക്കെ, ബൈ.